അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും നാട്ടിലങ്ങനെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴ നല്ലോണം ഇല്ല. ഞാൻ വയനാടാണ് കേട്ടോ. മഴ ഒരു ഇങ്ങനെ പൊടിയായിട്ട് പാറുന്നേ. പിന്നെ പറയാൻ തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു മഴ പെയ്താൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. തണുപ്പിൻ്റെ കാര്യത്തിൽ എല്ലാ എന്താ പറയുക, ഊട്ടിയും കൊടൈക്കനാലൊക്കെ പറയുന്നത് ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. പിന്നെ പറയാൻ, എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. 1000 ആവാൻ എന്നെ സഹായിക്കും. കാരണം യൂട്യൂബിൽ പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബുകാരോടല്ലാതെ വേറെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ 1000 ആവാൻ ഹെൽപ്പ് ചെയ്യണം എല്ലാവരും കൂടി. ഒന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർ, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെൻ്റെ ചാനലിൽ കയറി ഷോർട്ട് വീഡിയോകൾ പിന്നെ കണ്ടൊന്ന് ഷെയർ ആക്കി ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയണത് എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തായാലും എൻ്റെ ചാനലൊക്കെ കുറേ ആൾ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ, കാണാണ്ട് ഒരിക്കലും നമുക്ക് വാച്ച് ടൈമോ സബ്ബോ അല്ലെങ്കിൽ വ്യൂവേഴ്സോ ഇതൊന്നും നമുക്ക് വരില്ലല്ലോ. കാണുന്നത് കൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ ന്യൂസ് നോട്ടിഫിക്കേഷൻ വന്നാൽ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ പറയാൻ വേറെന്താ പറയാൻ വന്നേന്, എൻ്റെ പിന്നെ ചാനലിൽ പുതിയതായിട്ട് ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കയറി കാണണം കേട്ടോ. ഷോർട്ടല്ലാത്ത ലോങ് വീഡിയോ ഇത് കാണുന്നവരൊന്നും എൻ്റെ വീഡിയോസ് ലോങ് വീഡിയോ കാണാൻ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് ചെയ്യുന്ന കേട്ടോ. റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ വീഡിയോ അങ്ങനെ റീച്ചിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ സാധാ വീഡിയോസ് ന്യൂസൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് ചെയ്യുന്നത് മാത്രം. പിന്നെ ഞാൻ ഇപ്പോൾ എനിക്കൊരു ഇത് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്നത് വിചാരിച്ചാൽ ആരെയും പൊക്കി നിർത്തിയിട്ടോ താത്തിക്കെട്ടിയിട്ടോ പറയുന്നതല്ല. പിന്നെ എനിക്ക് അഫാൻ്റെ ഒരു നില കണ്ടപ്പോൾ ഭയങ്കര ഒരു ടെൻഷനായി. കാരണം കുറേ ആൾ കൊന്നതാണ്. എന്നാലും കൂടിയും പിന്നെ എന്താ പറയുക, ചെറിയ ചെക്കനല്ലേ. നാളെ നമുക്കുണ്ട് ആൺകുട്ടി വളർന്നു വരുന്നത്. എന്തിൻ്റെ പേരിലാണ് അവനങ്ങനെ ചെയ്തതെന്ന് നമുക്കാർക്കും അറിയുന്നില്ല. പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൻ്റെ പേരിൽ 1 2 3 അല്ലല്ലോ അവൻ കൊന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഒരു ഭയങ്കര വിഷമമായി. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് കുറച്ച് നേരം മുന്നേ ഞാൻ കണ്ടു അവനെ ഓർമ്മ തിരിച്ച് കിട്ടിയെന്ന്. അതായത് ആളെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് പോലും. പിന്നെ ഒരു 2 ദിവസം മുമ്പും ഞാൻ കണ്ടു വെന്റിലേറ്ററിന് എടുത്ത ഉടൻ മരണം സംഭവിക്കുമെന്ന്. ഇപ്പോൾ ഞാൻ കണ്ടു കുറച്ച് മുന്നേ, അത് കണ്ടത് 2 ദിവസം മുന്നേ കേട്ടോ. വെന്റിലേറ്ററിന് അഫാനെ മാറ്റി അപ്പോൾ തന്നെ അവന് മരണം സംഭവിക്കും, മസ്തിഷ്ക മരണം സംഭവിക്കും പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് മുന്നേ ഞാൻ കണ്ടെന്താ വെച്ചാൽ, ഇങ്ങനെ ആളെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളൊരു ഇത് കേട്ട്. അപ്പോൾ ഈ മരണം സംഭവിക്കുമ്പോൾ കുറേ ആൾക്കാർ ഭയങ്കര സന്തോഷം. അതായത് നമ്മളെ ഒരു ക്രിമിനൽ വക്കീലുണ്ടല്ലോ, വക്കീൽ മരിച്ചു പോയപ്പോൾ കുറേ ആൾ സന്തോഷിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടായത് ഞാൻ കണ്ടത്. കുറേ ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം ഇതിങ്ങനെ ഓർമ്മ തിരിച്ച് കിട്ടിയെന്ന് പറയുമ്പോൾ അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരായാലും, കമൻറ്റ് ഞാൻ വായിച്ചിട്ടില്ല. കമൻറ്റ് വായിച്ചാലും മനസ്സിലാവില്ല, വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. പിന്നെ പറയാൻ എന്താ, എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാനൊരു ഉമ്മയാണ്. അപ്പോൾ എനിക്കൊണ്ട് മോനെ ചെറുതിൽ നിന്ന് വലുതായിട്ട്, അപ്പോൾ അത്ര വലുതാകുന്ന നമ്മളെ മക്കളാവുമല്ലോ. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരു കൊലപാതകയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയുക അല്ലെങ്കിൽ, കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ ചാനലൊക്കെ വാച്ച് ചെയ്യുന്നത് കാണുന്നുമുണ്ട് വീഡിയോസിലോ. അപ്പോൾ ആൾക്കാരായിരിക്കും ഇവൾക്ക് എന്താ വട്ടാണോന്ന്. എനിക്കൊരു വിഷമം എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു കോമ സ്റ്റേജിൽ, അങ്ങനെ എന്താ പറയുക, ഒരു വെന്റിലേറ്ററിൽ ഒരാൾ കിടക്കുന്ന ഒരവസ്ഥ ഓർക്കുമ്പോൾ ഒരു ടെൻഷന്, ഒരു പാവം തോന്നി. അതാണ്. ഇനിയിപ്പോൾ എല്ലാം പഠിച്ചോണ്ടായാലും ഓർമ്മ തിരിച്ച് കിട്ടിയെന്ന് പറയുന്നു. ഇനിയിപ്പോൾ എന്തുണ്ടാവുമെന്ന് അറിയില്ല. എല്ലാം കണ്ടു.